The next new term that we have to study is internal energy. Internal energy symbol U ആണ്. എന്താണ് internal energy? നമ്മൾ ഏത് സിസ്റ്റം കൺസിഡർ ചെയ്താലും അതിന് ഒരു പർട്ടിക്കുലർ internal energy ഉണ്ട്. ഈ internal energyക്ക് കാരണം എന്താണ്? Due to its nature and its state of existence. ഏതൊരു സബ്സ്റ്റൻസിനും ഇപ്പോൾ ഒരു ഫ്യൂവൽ എടുക്കുകയാണെങ്കിൽ അതിന് എനർജി ഉണ്ട്. അപ്പോൾ 1 ലിറ്റർ പെട്രോൾ എടുത്തു കഴിഞ്ഞാലും 1 ലിറ്റർ വാട്ടർ എടുത്തു കഴിഞ്ഞാലും അതിലുള്ള എനർജി ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദിസ് പെട്രോൾ ആൻഡ് വാട്ടർ. അതിൻ്റെ നേച്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജിയും ഡിഫറെൻ്റ് ആണ്. പിന്നെ അതിൻ്റെ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, നമ്മളൊരു വെസലിൽ കുറച്ച് വാട്ടർ ഇവിടെ വെച്ചാലും ടാങ്കിൽ കുറേ വാട്ടർ വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റിലുള്ള ടാങ്കിൽ വാട്ടർ വെച്ചാലും ഡിഫറെൻ്റ് ആണ് അതിലുള്ള എനർജി. അത് നമുക്കറിയാം. അതിന് താഴേക്ക് ഒഴുകി വരാനുള്ള എനർജിയൊക്കെ ഉണ്ട് ടാങ്കിലുള്ള വാട്ടറിന്. അപ്പോൾ എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ് ആൻഡ് ഓൾസോ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ്. ദാറ്റ് എനർജി ഈസ് കോൾഡ് ഇൻറ്റേർണൽ എനർജി. The energy possessed by a substance due to its nature and its state of existence. Nature includes different kinds of energy. Like, ഇപ്പോൾ എന്തൊക്കെ എനർജി ഉണ്ടായിരിക്കാം? കെമിക്കൽ എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ the internal energy depends upon its chemical nature, that is chemical energy, and electrical energy, mechanical energy, etc. മെക്കാനിക്കൽ എനർജി ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ്സാണെങ്കിൽ അതിനൊരു എനർജി ഉണ്ട്. അത് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, മൂവ് ചെയ്യുന്ന ഒരു ബസ് വന്ന് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എനർജി ഫീൽ ചെയ്യും. അപ്പോൾ ആ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ മെക്കാനിക്കൽ എനർജിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ തരം എനർജീസും കൂടിയതാണ് ഇൻറ്റേർണൽ എനർജി. സോ ഇൻറ്റേർണൽ എനർജി ഈസ് ദ സം ഓഫ് ഓൾ ടൈപ്സ് ഓഫ് എനർജീസ് ഇറ്റ് പോസസ്, ലൈക്ക് കെമിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി. മെക്കാനിക്കലിൽ ഏതൊക്കെ വരും? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അതുപോലെ അത് രണ്ടും വരും. പിന്നെ അത് കൂടാണ്ട് ഇലക്ട്രിക്കൽ എനർജി, എല്ലാം കൂടിയിട്ടുള്ളതാണ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. യു എന്നാണ് അതിൻ്റെ സിമ്പൽ. അപ്പോൾ ഇൻറ്റേർണൽ എനർജി ഒരു സബ്സ്റ്റൻസിൻ്റെ എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മളെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളും ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനൊരു ഇൻറ്റേർണൽ എനർജി ഉണ്ട്. ഈ ഇൻറ്റേർണൽ എനർജി എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് മീൻസ് we cannot find out the absolute value of internal energy. U എത്രയാണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. The absolute value of internal energy നമുക്ക് എത്രയാണെന്ന് പറയാൻ പറ്റില്ല. But the change in internal energy can be measured. ഏതൊരു സിസ്റ്റത്തിൻ്റെയും ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി നമുക്ക് മെഷർ ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാൻ കഴിയുന്നത്? ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാനായിട്ട് എന്തൊക്കെ ഡിഫറെൻറ്റ് വേയ്സ് ഉണ്ട്. ഇപ്പോൾ നോക്കി നോക്കൂ, ഒരു വെഹിക്കിളിൽ നമുക്കറിയാം പെട്രോൾ വേണം. അപ്പോൾ ആ പെട്രോള് കുറച്ചേ ഉള്ളൂ എങ്കിൽ അതിന് കുറച്ച് ഡിസ്റ്റൻസേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലേക്ക് കൂടുതൽ ഫ്യൂവല്, അതായത് മാറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഡിസ്റ്റൻസ് റൺ ചെയ്യാനായിട്ട് പറ്റും. സോ എനർജി, ഇൻറ്റേർണൽ എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതിലുള്ള മാറ്ററിൻ്റെ എമൗണ്ടിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻറ്റേർണൽ എനർജി ഓഫ് എ സിസ്റ്റം ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ adding matter into it or by taking matter out of it. So by matter നമുക്ക് internal energy change ചെയ്യാം. internal energy change ചെയ്യാനുള്ള first way എന്താണ്? matter. By adding matter or by taking the matter out of the system we can change the internal energy of the system. രണ്ടാമത്തേത് by heating. ഇപ്പോൾ വാട്ടർ നിങ്ങൾക്കറിയാം, ഒരു ബീക്കറിലുള്ള തണുത്ത വെള്ളമാണെങ്കിൽ അതിനൊരു എനർജി ഉണ്ട്. അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യും. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ തന്നെ പറ്റില്ല, കാരണം അതിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്തത്? ബൈ ഗിവിങ് എ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഇൻ ടു ദ സിസ്റ്റം. സിസ്റ്റത്തിന് കുറച്ച് ഹീറ്റ് എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി കൂടും. സോ സെക്കൻഡ് വേ ഓഫ് ചേഞ്ചിങ് ദ ഇൻറ്റേർണൽ എനർജി ബൈ ഹീറ്റാണ്. ഇനി നമ്മൾ യൂഷ്വലി ഒരു ഹീറ്റ് അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്നുള്ളതിനെ എപ്പോഴും ക്യൂ എന്നുള്ള സിമ്പിൾ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. അപ്പോൾ നമ്മളൊരു സിസ്റ്റത്തിന് ഒരു ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസസ്.
അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി എപ്പോഴാണോ ഇൻക്രീസ് ചെയ്യുന്നത്, എന്ത് കാരണം കൊണ്ടാണോ ഇൻക്രീസ് ചെയ്യുന്നത്, ആ കാരണം എപ്പോഴും നമ്മൾ എന്തായിട്ട് എടുക്കും? പോസിറ്റീവായിട്ട് എടുക്കും. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ് ക്യൂ ആസ് പോസിറ്റീവ്. ഇനി സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് എനർജി പുറത്തേക്ക് സറൗണ്ടിങ്സിലേക്ക് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി ഡിക്രീസസ്, ദെൻ ക്യൂ മസ്റ്റ് ബി ടേക്കൺ ആസ് നെഗറ്റീവ്. അങ്ങനെയാണ് ഇൻ്റർനാഷണലായിട്ട് ക്യൂയുടെ സൈൻ എടുക്കുന്നത്. ക്യൂ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഇഫ് ദ ഇൻറ്റേർണൽ എനർജി ഡിക്രീസസ് ദെൻ ക്യൂ മസ്റ്റ് ബി ടേക്കൺ ആസ് നെഗറ്റീവ്. ഇനി തേർഡ് വേ ഓഫ് ചേഞ്ചിങ് ദ ഇൻറ്റേർണൽ എനർജി ബൈ വർക്കാണ്. നമുക്ക് വർക്ക് ചെയ്തിട്ട് ഇപ്പം ഒരു സിസ്റ്റം കുറേ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി ഡിക്രീസസ്. ദെൻ വാട്ട് ഈസ് ദ സൈൻ ഓഫ് ഡബ്ല്യു? ദെൻ W is taken as negative. ഇനി സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി ഇൻക്രീസസ്. സോ നമുക്ക് എന്ത് പറയാം? വർക്ക് ക്യാൻ ബി ടേക്കൺ ആസ് പോസിറ്റീവ്. അപ്പോൾ 3 തരത്തിലാണ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യുന്നത്. വാട്ട് ഈസ് ഇൻറ്റേർണൽ എനർജി? ഇറ്റ് ഈസ് ദ എനർജി പൊസസ്ഡ് ബൈ എ സിസ്റ്റം ഡ്യൂ ടു ഇറ്റ്സ് നേച്ചർ ആൻഡ് സ്റ്റേറ്റ് ഓഫ് എക്സിസ്റ്റൻസ്. It includes all types of energies like chemical energy, electrical energy, mechanical energy, അല്ലെങ്കിൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതൊക്കെ അതിന് എനർജി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ അതൊക്കെ ഇൻറ്റേർണൽ എനർജിയിൽ വരുന്നുണ്ട്. ആൻഡ് ഇൻറ്റേർണൽ എനർജി യു ഈസ് എ സ്റ്റേറ്റ് പ്രോപ്പർട്ടി ഓൾസോ. നേരത്തെ നമ്മൾ സ്റ്റേറ്റ് പ്രോപ്പർട്ടിയും പാത്ത് പ്രോപ്പർട്ടിയും പറഞ്ഞു. സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. ഈ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. That is, its value depends only on initial and final state. And internal energy is an extensive property also. Extensive, intensive പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. So internal energy is an extensive property. It's an extensive property and a state function. And which are the different ways of changing the internal energy? First one is by using matter. If you add matter into the system, its internal energy increases. If you take some matter out of the system, its internal energy decreases. Second way, by heat. By giving a quantity of heat into the system, its internal energy increases and then Q is taken as positive. If some quantity of heat is taken out of the system, then its internal energy decreases, Q is taken as negative. If a work is done on the system, its internal energy increases and W is taken as positive. And if a work is done by the system, its internal energy decreases and work is taken as negative. Then you consider a system having internal energy U1. Initially the system is having an internal energy U1. Then to this system a quantity of heat Q is given. Then what happens to its internal energy? Increases. How much? By Q. U1 internal energy ഉണ്ടായിരുന്നു. Quantity of heat Q കൊടുത്തപ്പോൾ internal energy now becomes U1 plus Q. Then a work W is done on the system. Then also internal energy increases. Then what is the new internal energy? U1 plus Q plus W. Let this new internal energy be U2. Then U2 equal to this. Then now we can write U2 minus U1 equal to Q plus W. U2 minus U1. This is final internal energy and this is initial internal energy. This difference can be written as delta U, that is change in internal energy, equal to Q plus W. ഞാൻ നിങ്ങളോട് പറഞ്ഞു U2 internal energy in final state, U1 internal energy in initial state. We cannot measure it. The absolute value of internal energy cannot be determined, but delta U can be determined. Change in internal energy can be determined. എങ്ങനെയാണെന്ന് നോക്കി നോക്കൂ. Q quantity of heat given that we can measure. അതുപോലെ W
work done on the system, that also can be measured. These two can be measured. So Q plus W can be calculated. That is what is delta U, change in internal energy. So change in internal energy can be measured. Clear ആയില്ലേ? ഇനി നമുക്ക് പറയാം Q എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഒരു പാത്ത് ഫംഗ്ഷൻ ആണെന്ന്. W എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു? പാത്ത് ഫംഗ്ഷൻ തന്നെയാണ്. ഇത് രണ്ടുമാണ് നമ്മൾ പഠിക്കുന്ന പാത്ത് ഫംഗ്ഷൻസ്. പക്ഷേ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? സ്റ്റേറ്റ് ഫംഗ്ഷൻ. രണ്ട് പാത്ത് ഫംഗ്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ. അപ്പോൾ രണ്ട് പാത്ത് ഫംഗ്ഷൻ്റെ സം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയത് എങ്ങനെയാണെന്ന് ചോദിക്കാം. എന്തുകൊണ്ടാണ് ഇത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയത്? ബിക്കോസ് it depends, delta u, its value depends only on the initial and final state of the system. Hence internal energy is a state function even though Q and W are path functions. Clear ആയില്ലേ? ഇനി ഈ ഒരു ഇക്വേഷൻ നോക്കി നോക്കൂ. ഇതിൽ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് നമ്മൾ കൊടുത്തു സിസ്റ്റത്തിന്. എവിടെ നിന്ന് കൊടുത്തു? സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്തു. സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്തു. W എന്നുള്ള വർക്ക് നമ്മൾ സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിന് കൊടുത്തു. അപ്പോഴും സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്തു. ഇത് രണ്ടും കൊടുത്തത് സറൗണ്ടിങ്സിൽ നിന്ന്, അത് അക്സെപ്റ്റ് ചെയ്തത് സിസ്റ്റമാണ്. സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്കാണ് ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് എനർജി ട്രാൻസ്ഫർ ചെയ്തത് ആസ് ഹീറ്റ് ആൻഡ് വർക്ക്. അപ്പോൾ ഇത്രയും എനർജി സറൗണ്ടിങ്സിന് ലോസ് ആണ്, അതിന് നഷ്ടപ്പെട്ടു. പക്ഷേ ആ നഷ്ടപ്പെട്ടത് എനർജി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എനർജി ക്യാൻ നെവർ ബി ഡിസ്ട്രോയിഡ്, നമുക്ക് നശിപ്പിക്കാൻ പറ്റണില്ല. ഈ നഷ്ടപ്പെട്ട എനർജി എവിടെ കാണുന്നു? സിസ്റ്റത്തിൽ. എന്തായിട്ട് കാണുന്നു? ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി ആയിട്ട് കാണുന്നു അല്ലേ? അപ്പോൾ ആക്ച്വലി ഇത് എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് nor be destroyed. That is, this is law of conservation of energy. ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച തെർമോഡൈനമിക്സിൽ ആദ്യം വന്നിട്ടുള്ള ഒരു ലോ. അത് കാരണം നമുക്ക് എന്ത് വിളിക്കാം? ഇതിനെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്? ആക്ച്വലി ഇറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ദാറ്റ് ഈസ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് അല്ലേ? ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത നോക്കി നോക്കൂ. ഇത്രയും എനർജി സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്കാണ് കൊടുത്തത്. നമ്മൾ ഈ സിസ്റ്റത്തിനെയും സറൗണ്ടിങ്സിനെയും കൂടി ഒന്നിച്ചൊരു പേര് പറഞ്ഞല്ലോ. എന്തായിരുന്നു അത്? യൂണിവേഴ്സ് തന്നെ. ഈ യൂണിവേഴ്സിൽ ഉള്ള രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഏതാണ്? സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. അപ്പോൾ സറൗണ്ടിങ്സിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സിസ്റ്റത്തിൽ കാണാം അല്ലേ? സിസ്റ്റത്തിൽ നിന്ന് എന്തെങ്കിലും പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെ കാണാം? സറൗണ്ടിങ്സിലും കാണാം. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? എനർജി നഷ്ടപ്പെടുന്നില്ല. യൂണിവേഴ്സിൻ്റെ എനർജി നമ്മൾ സിസ്റ്റം സറൗണ്ടിങ് കൺസിഡർ ചെയ്യാണ്ട് ഒന്നിച്ച് യൂണിവേഴ്സിനെ എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സിൻ്റെ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ദാറ്റ് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എനർജി ഓഫ് യൂണിവേഴ്സ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ രണ്ട് ഡെഫിനേഷൻ നമ്മൾ ഫസ്റ്റ് ലോന് കൊടുത്തു കഴിഞ്ഞു. ഒന്നുകിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആയിട്ട് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? എനർജി ഓഫ് യൂണിവേഴ്സ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇനി നമുക്ക് ഈ യൂണിവേഴ്സിനെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യാം. നമ്മൾ നേരത്തെ സിസ്റ്റത്തിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തതിൽ ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സറൗണ്ടിങ്സ് ആയിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്തത്. ഈ ഹോൾ യൂണിവേഴ്സിന് വേറെ ഒന്നുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ അതിനെ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമായിട്ട് കണക്കാക്കാം. അപ്പോൾ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എനർജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു. ദി എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ മൂന്ന് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ലോ കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. സെക്കൻഡ് വേ എന്തായിരുന്നു? എനർജി ഓഫ് യൂണിവേഴ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. മൂന്നാമത്തെ എന്താണ്? എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ക്ലിയർ ആയല്ലോ? ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ്. മറക്കരുത്, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും അറിയാം, നമുക്ക് അറിഞ്ഞു വന്നതാണ്. നാലാമത്തെ ഒരു ഡെഫിനിഷൻ കൊടുക്കാം നമുക്ക് ഫസ്റ്റ് ലോന്. എന്ത്? മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. എന്താണ് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ? ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഇതിലെ സിമ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയണം. വാട്ട് ഈസ് ഡെൽറ്റ യു? ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. വാട്ട് ഈസ് ക്യൂ? ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. ഹീറ്റാണ് അത്, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. അതാണ് ക്യൂ എന്നുള്ള സിമ്പിൾ വന്നത്. ഇനി ഡബ്ല്യു എന്താണ്? വർക്ക് ഡൺ ആണ്. അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായി.
ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് നമുക്ക് മെഷർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. വർക്ക് നമ്മളെങ്ങനെയാണ് മെഷർ ചെയ്യുക? വർക്കും മെഷർ ചെയ്യണം. അപ്പോൾ ഈ വർക്ക് എന്ന് പറയുന്നത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിലും ഇറിവേഴ്സിബിൾ പ്രോസസ്സിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ രണ്ട് കേസിലും നമ്മൾ വർക്ക് ഡൺ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ വർക്ക് ഡണ്ണിനൊരു ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്തുണ്ടാക്കണം. വളരെ സിമ്പിളാണ്. റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ. ആദ്യം നമുക്ക് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എടുക്കാം. ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ വർക്ക് ഡൺ എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നോക്കൂ, ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സ്റ്റെപ്പിൽ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിന് നമ്മൾ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സിലിണ്ടർ, അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലൊരു ഗ്യാസ്, അതാണ് നമ്മുടെ സിസ്റ്റം. സിലിണ്ടറിനുള്ളിലുള്ള ഗ്യാസ്. ഈ ഗ്യാസ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണമെങ്കിൽ അതിനെ ഒരു ടൈറ്റ് ഫിറ്റിംഗ് പിസ്റ്റൺ കൊണ്ട് അടച്ചു വെച്ചിരിക്കുന്നു. ഒട്ടും ഗ്യാസ് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഗ്യാസ് എന്നുള്ള സിസ്റ്റം ഉള്ളത്. ഇനി ഇവിടെ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നത് PEX ആണ്. ഇൻറ്റേർണൽ പ്രഷർ എന്ന് പറയുന്നതിന് നമുക്ക് PIN എന്നും എഴുതാം, ഇൻറ്റേർണൽ പ്രഷർ. ഇതിൽ എക്സ്റ്റേണൽ പ്രഷർ ഇൻറ്റേർണൽ പ്രഷറിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ, എക്സ്റ്റേണൽ പ്രഷർ കൂടുതലാണെങ്കിൽ എന്തുണ്ടാവും? ഈ പ്രഷർ കൂടുമ്പോൾ ഈ പിസ്റ്റൺ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യും അല്ലേ? ഇവിടുന്ന് പ്രഷർ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പിസ്റ്റൺ ഇവിടേക്ക്, ഇതാണ് ന്യൂ പൊസിഷൻ പിസ്റ്റൻ്റെ. സപ്പോസ് ഇത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് L എന്നാണെന്ന് കൺസിഡർ ചെയ്യൂ. ഇത്രയും ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്തു. ഇനി ഈ പിസ്റ്റൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ A ആണ്. ആ സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ ഏരിയ, അത് കൃത്യമായിട്ട് അടച്ചു വെച്ചിരിക്കാനുള്ള ആ ഏരിയ എന്ന് പറയുന്നത് A ആണെന്ന് വിചാരിക്കൂ. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വർക്ക് ഡൺ ആണ്. നിങ്ങൾക്കറിയാം വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ന് പഠിച്ചിട്ടില്ലേ? ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രഷർ നിങ്ങൾക്കറിയാം. പ്രഷർ ഈസ് ഈക്വൽ ടു, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. ഇനി വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇവിടെ നടന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? L ആണ് അല്ലേ? ഇനി ഈ പ്രഷർ, നമ്മൾ കൊടുത്ത പ്രഷർ എന്ന് പറയുന്നത് P external. അപ്പോൾ ഇങ്ങനെ എഴുതണം, P external ഇൻറ്റു A ഇൻറ്റു L. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് വർക്ക് ഡൺ ഇൻ ദ കേസ് ഓഫ് ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. IRR എന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ ഇവിടെ, ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. ഇനി ദിസ് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്ക് എഴുതാം പ്രഷർ എക്സ്റ്റേണൽ ഇൻറ്റു ഏരിയ ഇൻറ്റു ലെങ്ത്. എന്താണ് ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോള്യമാണ്. ഇവിടുത്തെ വോള്യം എന്താണ്? ഇത്രയും വോള്യം, ഈ ലെങ്ത്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയും വോള്യമാണ്. ആദ്യം ഉണ്ടായിരുന്ന വോള്യം എന്ന് പറയുന്നത് ഇത്രയുമാണ്. ഇപ്പോൾ ഗ്യാസ് ഉള്ള വോള്യം ഇത്രയാണ്. അപ്പോൾ ഇത്രയും വോള്യം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ചേഞ്ച് ഇൻ വോള്യം. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽറ്റ V. ഡെൽറ്റ V ആണ് ഇവിടെ ചേഞ്ച് ഇൻ വോള്യം. സോ വർക്ക് ഡൺ ഈക്വൽ ടു P external ഇൻറ്റു, ഇവിടെ എന്താ എഴുതിയത്? ഡെൽറ്റ V. ഇവിടെ വോള്യം എക്സ്റ്റേണൽ പ്രഷർ കൊടുത്ത കാരണം ഇവിടെ വോള്യം ആദ്യത്തേതിനെക്കാട്ടിലും ഫൈനൽ വോള്യം, ഇനീഷ്യൽ വോള്യത്തിനെക്കാട്ടിലും ഫൈനൽ വോള്യം എന്ന് പറയുന്നത് കുറവാണ്. സോ ഈ ഡിക്രീസ് ഇൻ വോള്യം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൈനസ് സൈൻ കൊടുക്കുന്നു, വിച്ച് ഷോസ് എ ഡിക്രീസ് ഇൻ വോള്യം. സോ വർക്ക് ഇറിവേഴ്സിബിൾ ഈസ് ഈക്വൽ ടു, ഈ നെഗറ്റീവ് ഇവിടെ എഴുതാം, -P external ഇൻറ്റു ഡെൽറ്റ V എന്ന് എഴുതിക്കൂടെ നമുക്ക്? So work done in the case of an irreversible process is equal to -P external into delta V. ഈ ഫോർമുല നമുക്ക് ആവശ്യമുണ്ട്, ഇതിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി വർക്ക് ഡൺ, ഇവിടെ വർക്ക് ഡൺ ഈസ് ഓൺ ദ സിസ്റ്റം അല്ലേ? ഓൺ ദ സിസ്റ്റം ആണെങ്കിൽ വർക്ക് ഡൺ എപ്പോഴും പോസിറ്റീവ് ആവുമെന്നും പറഞ്ഞു. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നെഗറ്റീവായിട്ടാണല്ലോ കാണുന്നത്. ആക്ച്വലി ഇപ്പോൾ നമുക്കിത് നെഗറ്റീവായിട്ട് കാണുന്നുണ്ടെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇത് പോസിറ്റീവ് തന്നെയാണ്. അതെങ്ങനെയാണ് വരുന്നത്? കാരണം പറയാം. ദിസ് ഈസ് ഈക്വൽ ടു -P external ഇൻറ്റു, എപ്പോഴും ഡെൽറ്റ V ചേഞ്ച് എന്ന് പറയുമ്പോൾ, ചേഞ്ച് ഇൻ വോള്യം എന്ന് പറയുമ്പോൾ ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം ആയിരിക്കും.
ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം. ഇവിടെ ഏതാണ് എക്സ്റ്റേണൽ പ്രഷർ കൂടുതലുള്ളപ്പോൾ ഫൈനൽ വോള്യം ആണോ ഇനീഷ്യൽ വോള്യം ആണോ വലുത്? ഇനീഷ്യൽ വോള്യം ആണ് വലുത്, ഫൈനൽ വോള്യം ചെറുതാണ്. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? ഫൈനൽ വോള്യം ചെറുത്, ഇത് വലുതുമാണെങ്കിൽ എന്ത് വരും? നെഗറ്റീവ് ആയിരിക്കും ഇവിടെ കിട്ടുന്ന വാല്യൂ. ഈ നെഗറ്റീവ് ഇൻറ്റു ഈ നെഗറ്റീവ് എന്താ വരിക? പോസിറ്റീവ് വരിക. അപ്പോൾ വർക്ക് ഡൺ പോസിറ്റീവായിട്ട് കിട്ടിക്കോളും. മനസ്സിലായല്ലോ? സോ ഫോർമുല ചോദിച്ചു കഴിഞ്ഞാൽ വർക്ക് ഡൺ ഇൻ ദ കേസ് ഓഫ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഈസ് പോസിറ്റീവ് തന്നെയാണ്, മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി ആണെങ്കിലും. ഈ ഫോർമുല ഓർമ്മയുണ്ടാവണം. ക്ലിയർ ആയല്ലോ? സോ നമ്മൾ ഫസ്റ്റ് ലോ ഡിറൈവ് ചെയ്തു. ഫസ്റ്റ് ലോയിലുള്ള വർക്ക് ഡൺ ഇൻ ദ കേസ് ഓഫ് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണെന്നും ഡിറൈവ് ചെയ്തു. നെക്സ്റ്റ് വി ഹാവ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ദ കേസ് ഓഫ് റിവേഴ്സിബിൾ പ്രോസസ്സ്. റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണ് നമ്മൾ പറഞ്ഞു? ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ നമ്പർ ഓഫ് സ്റ്റെപ്സ്. ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് ഒരുപാട് സ്റ്റെപ്പ് കൂടിയാണ് കടന്നു പോവുക. സോ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിലെ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഓരോ സ്റ്റെപ്പിലെയും വർക്ക് ഡൺ കണ്ട് എല്ലാം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അത് എളുപ്പമല്ല, എല്ലാം കൂടി ആഡ് ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ മാത്തമാറ്റിക്സിൽ ഒരുപാട് സ്റ്റെപ്പിൽ ഉള്ള വർക്ക് ഡൺ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പുതിയ മെത്തേഡ് ഉണ്ട്. അതിനാണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുക. ഇൻറ്റഗ്രേഷനുള്ള സിമ്പിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പിലെ വർക്ക് ഡൺ കണ്ടിട്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം? ആ പ്രോസസ്സിൻ്റെ ഇനീഷ്യൽ വോള്യം തൊട്ട് ഫൈനൽ വോള്യം വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഒരൊറ്റ സ്റ്റെപ്പിലെ വർക്ക് ഡൺ കണ്ട് ഇനീഷ്യൽ വോള്യം തൊട്ട് ഫൈനൽ വോള്യം വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദ വർക്ക് ഡൺ ഇൻ ദ ഹോൾ പ്രോസസ്സ്, ഇൻ ദ ഹോൾ റിവേഴ്സിബിൾ പ്രോസസ്സ്. അപ്പോൾ ഇറിവേഴ്സിബിൾ പ്രോസസ്സിലെ വർക്ക് ഡണ്ണിനുള്ള ഫോർമുല നമ്മൾ കണ്ടു. ഇറ്റ് ഈസ് മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡെൽറ്റ വി. അത് ഹോൾ പ്രോസസ്സാണ്. അപ്പോൾ ക്യാപിറ്റൽ ഡെൽറ്റ വി ഉപയോഗിച്ചു. ഇനി ഒരൊറ്റ സ്റ്റെപ്പിലെ വോള്യൂം ചേഞ്ച് എന്ന് പറയുന്നത് ഡെൽറ്റ വി എന്ന് എഴുതേണ്ട കാര്യമില്ല. ഒരു സിംഗിൾ സ്റ്റെപ്പിലെ വോള്യൂം ചേഞ്ച് എന്ന് പറയുന്നത് ഡി വി ആണ്. ഡി വി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അവിടുത്തെ വർക്ക് ഡൺ എന്ത് എഴുതാം? ഒരു സിംഗിൾ സ്റ്റെപ്പിലെ മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി എന്ന് എഴുതാം. മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി, ഒരൊറ്റ സ്റ്റെപ്പിലെ വർക്ക് ഡൺ. അതിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ഫ്രം ഇനീഷ്യൽ വോള്യൂം ടു ഫൈനൽ വോള്യൂം. ഇനീഷ്യൽ വോള്യൂം എന്നുള്ളതിന് വി ഐ എന്ന് എഴുതിയിരിക്കുന്നു, ഫൈനൽ വോള്യൂം എന്നുള്ളതിന് വി എഫ് എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇനീഷ്യൽ വോള്യൂം തൊട്ട് ഫൈനൽ വോള്യൂം വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഡൺ ഇൻ ദ കേസ് ഓഫ് റിവേഴ്സിബിൾ പ്രോസസ്സ് കിട്ടും. അപ്പോൾ ഡബ്ല്യു റിവേഴ്സിബിൾ ഇസ് ഈക്വൽ ടു എങ്ങനെ വായിക്കാം? ഇൻറ്റഗ്രൽ വി ഐ ടു വി എഫ് മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഡി വി. ഇനി നോക്കൂ, ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് റൂൾസ് ഉണ്ട്. ഇവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. അതിൽ ഈ നെഗറ്റീവ് സൈനോ കോൺസ്റ്റൻസോ വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇൻറ്റഗ്രേഷൻ സൈനിൻ്റെ പുറത്തേക്ക് എടുക്കണം. അതിനെ ഒന്നും ചെയ്യണ്ട. അപ്പോൾ മൈനസ് സൈൻ ഇവിടെ ഉണ്ട്, അതിനെ പുറത്തെടുത്തു. ഇൻറ്റഗ്രൽ വി ഐ ടു വി എഫ്. ഇനി പി എക്സ്റ്റേണൽ നമ്മൾ പറഞ്ഞു, എക്സ്റ്റേണൽ പ്രഷർ ഇൻറ്റേർണൽ പ്രഷറിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ പിസ്റ്റനുള്ളിലേക്ക് വരുന്നു, തിരിച്ചാണെങ്കിൽ പിസ്റ്റൺ പുറത്തേക്ക്. അപ്പോൾ പി എക്സ്റ്റേണൽ എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റേർണൽ പ്രഷറിനെക്കാട്ടിലും കുറച്ച് കൂടുതലോ കുറവോ ആവാം. അപ്പോൾ പി ഇൻറ്റേർണൽ പ്ലസ് ഓർ മൈനസ് ഡി പി എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. കൂടുതലാവാം കുറവാവാം. കൂടുതലാണെങ്കിൽ പ്ലസ് ഡി പിയും, കുറവാണെങ്കിൽ ഇൻറ്റേർണൽ പ്രഷറിനെക്കാട്ടിലും കുറവാണെങ്കിൽ ഇൻറ്റേർണൽ പ്രഷർ മൈനസ് ഡി പി. അപ്പോൾ പിസ്റ്റൺ മൂവ് ചെയ്യണ ഡിറക്ഷൻ മാറുന്നത് മാത്രമേ ഉള്ളൂ. ഇൻറ്റു ഡി വി എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. മൈനസ് വി ഐ ടു വി എഫ് പി ഇൻറ്റേർണൽ ഇൻറ്റു ഡി വി പ്ലസ് ഡി പ്ലസ് ഓർ മൈനസ് ഡി പി ഇൻറ്റു ഡി വി. ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സ്മോൾ ചേഞ്ച് ഇൻ പ്രഷർ. സിസ്റ്റം ഒരു സ്റ്റേറ്റിൽ നിന്നും വേറെ സ്റ്റേറ്റിലേക്ക് മാറുമ്പോഴുള്ള ചേഞ്ച് ഇൻ പ്രഷറും വോള്യൂം ആണിത്. അത് വളരെ കുറച്ചാണ്. ഡി പി ഈസ് വെരി സ്മോൾ, ഡി വി ഈസ് ഓൾസോ വെരി സ്മോൾ. സോ ഡി പി ഇൻറ്റു ഡി വി ഈസ് എന്ത് പറയാം? വെരി വെരി സ്മോൾ എന്ന് പറയാം അല്ലേ. നമുക്ക് അത്രയും സ്മോൾ ആണെങ്കിൽ ഇറ്റ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ, നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഡി പി ഡി വി എന്നുള്ള ടേമേ നമുക്ക് അവിടുന്ന് മാറ്റാം. സോ വാട്ട് റിമെയിൻസ് ഈസ് മൈനസ് ഇൻറ്റഗ്രൽ വി ഐ ടു വി എഫ് പി ഡി വി. ആക്ച്വലി ഇത് പി ഇൻറ്റേർണൽ. ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത്? സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റം എപ്പോഴും ഇൻറ്റേർണൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പി ഇൻറ്റേർണൽ എന്നുള്ള
ആ ടേം മാറ്റിയിട്ട് പി എന്ന് മാത്രമാണ് പിന്നീട് യൂസ് ചെയ്യുന്നത്. സോ പി ഡി വി സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് പെർട്ടിക്കുലറായിട്ട് സിസ്റ്റം എന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. സോ പി ഇൻറ്റേർണൽ എന്ന് പറയേണ്ട, പി ഡി വി എന്ന് മാത്രം എഴുതി. സോ ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, പി ഡി വി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു വോള്യം. വോള്യത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമുക്ക് പ്രഷറിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പ്രഷർ കൂട്ടണം. അപ്പോൾ അതിൻ്റെ വേരിയബിൾ വോള്യമാണ്. അപ്പോൾ രണ്ടും ഒരേ വേരിയബിൾ ആയി കഴിഞ്ഞാലേ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രഷറിനെ നമ്മൾ വോള്യം ടേംസിലേക്ക് മാറ്റാം. നിങ്ങൾക്കറിയാം പ്രഷർ വോള്യം റിലേറ്റഡ് ആണ്. ഏതാണ് ആ റിലേഷൻ? ഐഡിയൽ ഗ്യാസിനാണെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമുക്കറിയാം. സോ പിക്ക് പകരം എന്താ എഴുതാം? എൻ ആർ ടി ബൈ വി എന്ന് കൊടുക്കാം. അപ്പോൾ പിക്ക് പകരം ഇവിടെ എഴുതുന്നു എൻ ആർ ടി ബൈ വി ഇൻറ്റു ഡി വി മൈനസ് ഇൻ്റഗ്രൽ വി ഐ ടു വി എഫ്. പിക്ക് പകരം എൻ ആർ ടി ബൈ വി ഇൻറ്റു ഡി വി. ഇനി ഇതിൽ നമ്പർ ഓഫ് മോൾസ്, ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള നമ്പർ ഓഫ് മോൾസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ആർ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. ഇഫ് യു ക്യാരി ഔട്ട് ദ പ്രോസസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ദെൻ ഓൾ ദീസ് ത്രീ ടേംസ് remains constant. You can take these constant terms out of integration sign. So ഇതെന്തായി മൈനസ് എൻ ആർ ടി ഇൻ്റഗ്രൽ വി ഐ ടു വി എഫ് 1 by v dv എന്ന് നമുക്ക് എഴുതാം. So this is equal to minus nRT integral 1 by v dv. ബൈ ഹാർട്ട് പഠിച്ചോളൂ. ഇപ്പോൾ അങ്ങനെ പഠിക്കാനേ പറ്റുള്ളൂ. നിങ്ങൾ ഇൻ്റഗ്രേഷൻ സെക്കൻഡ് ഇയറിലാണ് ഡീറ്റെയിൽഡ് ആയിട്ട് മാത്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗരിതം ഓഫ് വോള്യം ആണ് കിട്ടുക. ലോഗരിതം തന്നെ രണ്ട് തരത്തിലുണ്ട്. നാച്ചുറൽ ലോഗും ഉണ്ട്, ലോഗരിതം ടു ദ ബേസ് 10 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നാച്ചുറൽ ലോഗരിതമാണ്. നാച്ചുറൽ ലോഗരിതത്തിന് എൽ എൻ എഴുതാം. നാച്ചുറൽ ലോഗരിതം എൽ എൻ. സോ 1 by v ഡി വിയുടെ ഇൻ്റഗ്രൽ എൽ എൻ വി ആണ്. ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റഗ്രൽ സൈൻ ഇടില്ല. ഇതിനൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ പറയാം, വി ഐ ആൻഡ് വി എഫിന്. അപ്പോൾ ആ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇവിടെ എഴുതുന്നു. ഇൻ്റഗ്രേഷന് ശേഷം നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുത്ത് ലോവർ ലിമിറ്റ് കൊടുത്ത് മൈനസ് ചെയ്യണം എന്നുള്ളതാണ് വേരിയബിളിന്. ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയുന്നത് വോള്യമാണ്. ആ വോള്യത്തിന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. സോ ഇറ്റ് ബിക്കംസ് എൽ എൻ വി എഫ്. പിന്നെ മൈനസ് ചെയ്യണം എൽ എൻ വി ഐ. എൽ എൻ വി എഫ് മൈനസ് എൽ എൻ വി ഐ ആണ് വരുന്നത്. എൽ എൻ വി എഫ് മൈനസ് എൽ എൻ വി ഐ. പക്ഷേ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബൈ ബി ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനെ എൽ എൻ വി എഫ് ബൈ വി ഐ എന്ന് എഴുതാം. എൽ എൻ വി എഫ് ബൈ വി ഐ എന്ന് എഴുതുന്നു. സോ ദിസ് ബിക്കംസ് മൈനസ് എൻ ആർ ടി എൽ എൻ വി എഫ് ബൈ വി ഐ. എൽ എൻ വെച്ച് കാൽക്കുലേഷൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാരണം നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ലോഗ് എൽ ഒ ജിയിലേക്ക് മാറ്റുന്നു. എൽ എനെ എൽ ഒ ജിയിലേക്ക് മാറ്റുന്നു. എൽ എനെ എൽ ഒ ജിയിലേക്ക് മാറ്റാനായിട്ട് 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദിസ് ഇക്വേഷൻ ബിക്കംസ് മൈനസ് 2.303 nRT log VF by VI. So work done in the case of reversible process is given by the equation W reversible equal to minus 2.303 nRT log VF by VI. N is the number of moles of the system. R is universal gas constant. Temperature is temperature. VF and VI are final and initial volume. So work done in the case of reversible process is this. And in the case of irreversible process it is minus P external into delta V. അവിടെ external pressure ആണ്. ഇവിടെ നമ്മൾ pressure term മാറ്റിയിട്ട് എന്തിലേക്ക് കൊണ്ടുവന്നു? വോളിയം ടേമിലേക്ക് കൊണ്ടുവന്നു. ക്ലിയർ ആയില്ലേ?